മനുഷ്യബന്ധങ്ങളിലെ ശൂന്യതയും ഏകാന്തതയുമൊക്കെ വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ ആവിഷ്കരിച്ച 2025 പുറത്തിറങ്ങി ഹിക്കാരി സംവിധാനം ചെയ്ത ജാപ്പനീസ്, ഇംഗ്ലീഷ് തുടങ്ങി 2 ഭാഷകളിലായിട്ട് പുറത്തിറങ്ങിയ വളരെ മനോഹരമായിട്ടൊരു സിനിമയാണ് റെൻ്റൽ ഫാമിലി. ബ്രണ്ടൻ ഫ്രേസറാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അമേരിക്കക്കാരനായ ഫിലിപ്പ്, അതാണ് നമ്മുടെ ബ്രണ്ടൻ ഫ്രേസർ ചെയ്ത ക്യാരക്ടർ. അയാൾ ഒരു അമേരിക്കക്കാരൻ, ഒരു നടനാണ്. ചെറിയ ചെറിയ സീരീസുകളിലൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. അയാൾ പിന്നീട് ഈ ടോക്കിയോ നഗരത്തിൽ കുടിയേറുകയിരിക്കുകയാണ്. അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ല നടനാവുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവരുടെ പകരക്കാരായി വേഷം ഇടുന്ന അഭിനേതാക്കളെ സപ്ലൈ ചെയ്യുന്ന റെൻ്റൽ ഫാമിലി എന്ന ഒരു വിചിത്രമായ കമ്പനിയിൽ അയാൾക്ക് ജോലി കിട്ടുകയാണ്. ജോലി ഇത്രയേ ഉള്ളൂ: പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ അച്ഛനായിട്ടും മകനായിട്ടുമൊക്കെ അഭിനയിക്കുക. ഒരു താല്പര്യവുമില്ലാണ്ട് തുടങ്ങുന്ന ആ ജോലി പിന്നീട് അയാളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഘട്ടങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അയാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്യുന്നതാണ് ഈ സിനിമയുടെ മൊത്തത്തിലൊരു തീം. ഫീൽ ഗുഡ് സിനിമ ഇഷ്ടപ്പെടുന്ന ഏവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന മികച്ച ഒരു സിനിമയാണ് 2025 പുറത്തിറങ്ങിയ റെൻ്റൽ ഫാമിലി.